നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ കലിയുഗത്തിൽ മനുഷ്യൻ്റെ പാട് നമുക്ക് എല്ലാം അറിയാം. എത്രത്തോളം ഓരോ മനുഷ്യനും കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര അധ്വാനിച്ചാലും ചിലപ്പോൾ ഒരറ്റം എത്തുമ്പോൾ മറ്റേ അറ്റം മുട്ടുന്ന ഒരു അവസ്ഥ. കടങ്ങൾ, വീട് പണിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ വിവാഹം, അങ്ങനെ 100 കൂട്ടം വേവലാതികളാണ് ഓരോ മനുഷ്യർക്കും അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പലരും എന്നെ സമീപിക്കുന്നവർ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു വഴി തെളിയുമോ തിരുമേനി? ഒരു ലോട്ടറി എങ്കിലും എടുത്താൽ അതൊന്ന് അടിച്ചു കിട്ടിയാലോ, കഷ്ടപ്പാടൊക്കെ ഒരു പരിധി വരെ മാറ്റാനായി സാധിക്കും, അതൊന്ന് നോക്കി പറയാവുന്നതൊക്കെ. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ലോട്ടറി എന്നത് വെറും ഒരു ചൂതാട്ടമായിട്ട് മാത്രം ആരും കണക്കാക്കരുത്. അത് ഈശ്വരൻ കനിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അതായത് ഈശ്വരൻ കനിഞ്ഞു മാത്രം കിട്ടുന്ന ഒരു ധനയോഗമാണ് ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ ഇതിന് ചില പ്രത്യേക കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും വലിയ ഫലം തരും. അതായത് ലോട്ടറിയിൽ നിന്ന് പോലും ചെറിയൊരു പ്രവൃത്തിയാണെങ്കിൽ പോലും അത് വലിയ അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. കോടികളല്ലേ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു സമയം, അതായത് ഈ നമ്മൾ വന്ന് നിൽക്കുന്ന ഈ പുതുവർഷത്തിൽ 2026 എന്ന പുതുവർഷത്തിൽ ലോട്ടറി ഭാഗ്യം അനുകൂലമായി വരുന്ന, അതായത് ശനിയും വ്യാഴവും രാഹുവും അങ്ങനെ ചില രാശിക്കാർക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ 3 ഗ്രഹങ്ങളും നിലനിൽക്കുന്നത്. വലിയൊരു അനുഗ്രഹമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് വന്നു ചേരാനായി പോകുന്നത്. ഈ ലോട്ടറി ഭാഗ്യത്തിന് നമ്മൾ ആകസ്മിക ധനലാഭം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു ലോട്ടറി നമ്മൾ എടുത്ത് അടിക്കുമോ അടിക്കത്തില്ലോ എന്ന് നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു ഹ്യൂജ് എമൗണ്ട്, അതാണ് ആകസ്മിക ധനലാഭം. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു 13 നക്ഷത്രക്കാർക്ക് ആ ഒരു ആകസ്മിക ധനയോഗം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് വെറുതെ അങ്ങ് പോയി നിങ്ങളൊരു ടിക്കറ്റ് എടുക്കുന്ന രീതിയല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിനും ചില ചിട്ടകളും സമയങ്ങളും ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ. ആദ്യത്തെ നക്ഷത്രമായി വരുന്ന അശ്വതിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് മേടം രാശിയിൽ വരുന്ന അശ്വതി നക്ഷത്രക്കാർ. തുടക്കം പറഞ്ഞു, 13 നക്ഷത്രക്കാർക്കാണ് ലോട്ടറി അടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ ലോട്ടറി എടുക്കൂ. നല്ലൊരു തുക അതിൽ നിന്ന് നിങ്ങൾക്ക് ധനലാഭം, ആകസ്മിക ധനലാഭമായി വന്നു ചേരും. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം നമുക്ക് അശ്വതിയാണ്. കേതുവിൻ്റെ നക്ഷത്രമാണല്ലോ അശ്വതി. പെട്ടെന്നുള്ള ഭാഗ്യത്തിന് കേതുവിൻ്റെ കടാക്ഷം വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ലോട്ടറി എടുക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എപ്പോഴെങ്കിലും പോയി ഏതെങ്കിലും തോന്നുന്ന സമയത്ത് എടുത്തിട്ട് എനിക്ക് ലോട്ടറി അടിച്ചില്ല, എൻ്റെ കാശ് പോയി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു പറഞ്ഞ് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് ലോട്ടറി എടുക്കാനായിട്ട് ഏറ്റവും ഉത്തമം. അതും വെറുതെ നിങ്ങൾക്ക് തോന്നുമ്പോഴല്ല പോയി എടുക്കേണ്ടത്. ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ലോട്ടറി എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഗ്രഹം, എടുക്കുന്നത് അടിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ. എന്തായാലും 12 മണിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ ലോട്ടറി കൈവശപ്പെടുത്തിയിരിക്കണം. ഇനി നിങ്ങൾ നോക്കേണ്ട ടിക്കറ്റിൻ്റെ അവസാന നമ്പർ കൂടി പറഞ്ഞത്, അതായത് 7 അതല്ലെങ്കിൽ 9 വരുന്നത് നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഗണപതി ഭഗവാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആശ്രയം എന്നതുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വിഘ്നങ്ങൾ മാറാൻ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കഴിയുമെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനം ഒന്ന് നടത്തി ഒരു നമ്മൾ ഉണ്ണിയപ്പ വഴിപാടൊക്കെ സമർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ടിക്കറ്റ് എടുത്താൽ അതിൽ നിന്നൊരു തുക നിങ്ങൾക്ക് ലഭിക്കുമെന്നത് സംശയം വേണ്ട. ഇനി അടുത്ത നക്ഷത്രത്തിലേക്ക് കടന്നാൽ ഭരണിയാണ് നക്ഷത്രം. ഭരണി അറിയാമല്ലോ, ശുക്രന്റെ നക്ഷത്രമാണ്. അപ്പോൾ ശുക്രൻ ആഡംബരത്തിൻ്റെയൊക്കെ കാരകനാണ്. ആഡംബരവും പണവും ഒക്കെ ശുക്രന്റെ വകുപ്പാണ്. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങൾ ലോട്ടറി എടുക്കാനായിട്ട് വെള്ളിയാഴ്ചയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അതും എപ്പോഴെങ്കിലും അല്ല, വൈകുന്നേരം ഒരു ദീപാരാധനയ്ക്ക് മുൻപായിട്ടുള്ള സമയം. അതായത് ഒരു 4 മണിയോട് അടുപ്പിച്ച്, പിന്നെ അങ്ങോട്ട് പോകണ്ട, ഈ ദീപാരാധന വരൊന്നും കാത്തു നിൽക്കേണ്ട. 4 മണിക്ക് മുൻപേ തന്നെ ടിക്കറ്റ് കൈവശത്താക്കണം. അതായത് ടിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പോക്കറ്റിലോ പേഴ്സിലോ വീട്ടിലോ നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത് 6ആണ്. ടിക്കറ്റിൽ 6 എന്ന അക്കം കൂടുതലായി വരുന്നതോ അതല്ലെങ്കിൽ അവസാനം 6 വരുന്നതോ ഒക്കെ നിങ്ങൾക്ക് നോക്കി തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ടിക്കറ്റിൽ നിന്ന് ഒരു ധനം കടാക്ഷിക്കുന്നതിന് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ സന്ധ്യയ്ക്ക് നിങ്ങൾ നെയ്വിളക്ക് കത്തിക്കണം.
അമ്മേ മഹാലക്ഷ്മി ദേവി എന്നെ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാനായിട്ട്. അതപ്പോൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ദിനവും ഈ നെയ്ത്തിരി വൈകുന്നേരം കത്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ ഗൃഹത്തിലേക്കൊക്കെ വന്നു ചേരുന്നതിന് സഹായിക്കും. ഇനി മൂന്നാമത്തെ നക്ഷത്രം, ഇനി അടുത്ത നക്ഷത്രം കാർത്തികയാണ്. സൂര്യഭഗവാന്റെ നക്ഷത്രമാണ്. പ്രതാപികളായ നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രം. നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ലോട്ടറി എടുക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യുന്നത്. അതിൽ നിന്ന് അപ്രതീക്ഷിതമായ ഭാഗ്യം നിങ്ങൾക്ക് ഞായറാഴ്ച ലോട്ടറി എടുക്കുന്നതിലൂടെ ഭഗവാൻ സൂര്യന്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരും. നിങ്ങൾ 1, 2 എന്നീ നമ്പറുകൾ ടിക്കറ്റിന്റെ സീരിയൽ നമ്പറിലുണ്ടോ എന്ന് നോക്കുക. അത് ഉറപ്പുവരുത്തിയിട്ട് എടുക്കുക. മഹാദേവനെയാണ് നിങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതിട്ടോ അതല്ലെങ്കിൽ ഓം നമ ശിവായ എന്ന് ഒരു 9 തവണ മനസ്സിലിരുത്തി അങ്ങോട്ട് ജപിച്ചിട്ടോ വേണം ടിക്കറ്റ് എടുക്കുവാനായിട്ട്. ഇനി അടുത്ത നക്ഷത്രമായി പറയാനുള്ളത് രോഹിണിയാണ്. ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഴിവുള്ള കൂട്ടരാണ് രോഹിണി നക്ഷത്രക്കാർ. അപ്പോൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസമാണ് ഏറ്റവും ഭാഗ്യമായി വരുന്ന ദിവസങ്ങൾ. അത് ഭാഗ്യസംഖ്യ 2, 7 എന്നീ അക്കങ്ങൾ നിങ്ങൾക്ക് ടിക്കറ്റിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതല്ലെങ്കിൽ ടിക്കറ്റിലെ തുക കൂട്ടുമ്പോൾ മുഴുവനായി കൂട്ടി കിട്ടുമ്പോൾ 2 കിട്ടുന്നത് നന്നാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കുന്ന സംഖ്യ ടിക്കറ്റ് തന്നെയാണ്. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും ₹1 നാണയം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ആ ടിക്കറ്റിന് ആവശ്യമായ ധനം വാങ്ങിയിട്ട് നിങ്ങൾ പോയി ലോട്ടറി എടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ബമ്പർ വരെ അടിക്കാനുള്ള ഒരു സഹായം അമ്മയിൽ നിന്ന് നിങ്ങൾ ധനം വാങ്ങി ഒരു ലോട്ടറി എടുത്ത് നോക്കൂ. നിങ്ങൾക്കത് അതിൽ നിന്നൊരു ഭാഗ്യം തീർച്ചയായും വന്നു ചേരുന്നതിന് സഹായകമാകുന്നതാണ്. ഇനി അടുത്തത് മകയിര നക്ഷത്രമാണ്. ചൊവ്വയുടെ നക്ഷത്രമാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഭാഗ്യദായകമായ ദിവസങ്ങൾ. ടിക്കറ്റ് എടുക്കാൻ മാത്രമല്ല പ്രധാന കാര്യങ്ങൾക്കൊക്കെയും നിങ്ങൾക്ക് ഈ ദിനങ്ങൾ അനുകൂല ഫലത്തെ സമ്മാനിക്കുന്നതാണ്. അപ്പോൾ ഭാഗ്യ നമ്പർ 9 കേട്ടോ. അതുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ക്ഷേത്രത്തിൽ ഒരു നാണയം കാണിക്കയായിട്ട് ഇട്ട ശേഷം ഭഗവാൻ മുരുകനെ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ച് ഒരു ടിക്കറ്റ് എടുത്തോളും ഗുണമുണ്ടാകും. അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നല്ല ഒരു തുകയായി നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ധനമായി നിങ്ങളുടെ കയ്യിലേക്ക് അതുവഴി വന്നു ചേരും. ഇനി അടുത്തത് പുണർദം നക്ഷത്രമാണ്. സാക്ഷാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നക്ഷത്രമാണ് പുണർദം. അപ്പോൾ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ വ്യാഴാഴ്ചയും കൂടാതെ ഞായറാഴ്ചയും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ്. 3 നിങ്ങളുടെ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ ടിക്കറ്റിന്റെ അവസാനം 3 അക്കങ്ങളിൽ 3 വരുന്നത് നോക്കുക. നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല ചാർത്തുകയോ വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതൊക്കെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതിന്, ടിക്കറ്റിന്റെ കാര്യം മാത്രമല്ല അല്ലാതെയും നിങ്ങൾക്ക് ഏത് പ്രവൃത്തിയിലും ഭാഗ്യം വർദ്ധിക്കുന്നതിന് ഇത് സഹായകമാകും. വിഷ്ണുവിന്റെ അനുഗ്രഹം ഭഗവാൻ വിഷ്ണു നല്ല രീതിയിൽ കനിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടിക്കറ്റ് എന്നല്ല നിങ്ങൾ തൊടുന്നതൊക്കെയും നിങ്ങൾക്ക് നേട്ടമായി മാറും. ഇനി അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ബുധന്റെ നക്ഷത്രമാണ്. കണക്കുകൂട്ടലുകളിൽ കേവന്മാരായ നക്ഷത്രക്കാർ കൂടിയാണ് കേട്ടോ ആയില്യ നക്ഷത്രക്കാർ. ചെയ്യുന്നതൊന്നും അങ്ങനെ പിഴവായിട്ട് പോവുകയൊന്നുമില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ കണക്കുകൂട്ടി ചെയ്യാൻ നല്ല മിടുക്കുള്ളവരാണ്. ബുധനാഴ്ച ദിവസം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ദിവസം. ഈ ഓഡിറ്റിംഗ് മേഖലയൊക്കെ ഉണ്ടല്ലോ, CA ഒക്കെ. അപ്പോൾ ആ മേഖലയിലൊക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കേവലമായ തൊഴിൽ ലഭിക്കാനൊക്കെ ഭാഗ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നമ്പറായി വരുന്ന 5. നാഗരാജാവിൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നതിന് അത്യാവശ്യമാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ലോട്ടറി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പശുവിന് കുറച്ച് പുല്ലോ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അതേപോലെ പച്ച നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രവൃത്തിയിലും, പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ ലോട്ടറിയുടെ കാര്യം പറയുമ്പോൾ ധനലാഭത്തിന് യോഗം കാണുന്നു. പച്ച മൊത്തം പച്ചയാവണമെന്നല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു അംശം പച്ചയുമായി ബന്ധപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചാൽ മതി. അതല്ല പച്ച വസ്ത്രമില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്യും, പച്ച കർച്ചീഫ് വാങ്ങിച്ച് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ബാഗിലോ ഒക്കെ വെച്ചിരുന്നാലും മതിയാകും. അപ്പോൾ ആയിരക്കാർക്ക് ധനലാഭം ഉണ്ടാകുന്നതിന് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തൊരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ, അതായത് പശുവിന് അല്പം പുല്ല് കൊടുത്തതിന് ശേഷം വീട്ടിൽ കാണും പശു അല്ലെങ്കിൽ അടുത്ത വീട് പശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് അല്പം പുല്ലോ വൈക്കോലോ കൊടുക്കുക. പച്ചപ്പുല്ല് കൊടുക്കാൻ കാണാൻ നല്ലത്. പറമ്പിൽ നിന്ന് അല്പം പച്ചപ്പുല്ലെടുത്ത് അതിന് കൊടുത്തതിന് ശേഷം അപ്പോൾ ഒരു അനുഗ്രഹം അതിലൂടെ തന്നെ വന്നു ചേരും. അങ്ങനെ നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രമായി പറയാനുള്ളത് ഉത്രമാണ്. രാജയോഗമുള്ള നക്ഷത്രമാണ് ഉത്രം. ഞായർ വെള്ളി ദിവസങ്ങളാണ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യസംഖ്യയായി വരുന്നത് ഒന്നാണ് അധികാരം, പണം, ധനം, നേട്ടം, പദവികൾ എന്നിവയുടെയൊക്കെയും കാരകത്വം കൂടിയുള്ള സംഖ്യയാണ് ഒന്ന്. അപ്പോൾ നിങ്ങൾ രാവിലെ സൂര്യഭഗവാനെ നോക്കി ഒന്ന് തൊഴുത ശേഷം മാത്രം ലോട്ടറി എടുക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ കൺകണ്ട ദൈവങ്ങളായി നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ദൈവങ്ങൾ, സർപ്പ ദൈവങ്ങൾ, സൂര്യ ചന്ദ്ര ദേവന്മാരൊക്കെ. അപ്പോൾ അവരെ പ്രാർത്ഥിക്കുക. നിങ്ങൾ സൂര്യദേവനെ രാവിലെ ഒന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ സൂര്യഭഗവാന്റെ ഒരു ബലം നിങ്ങളിലേക്ക് ലഭിക്കുകയും ആ ഒരു ബലം വഴി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ ഒരു ഭാഗ്യം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ലോട്ടറി എടുത്താൽ ലോട്ടറിയിൽ നിന്ന് ധനം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് ചോതി നക്ഷത്രമാണ്. രാഹുവിന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ്. ഏത് ജോലി ചെയ്യുമ്പോഴും എത്ര റിസ്ക് എടുത്ത് ജോലി വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പാതി വഴിയിലൊന്നും ഇട്ടിട്ട് പോകുന്ന സ്വഭാവക്കാരല്ല. പൊതുവെ പറയുമ്പോൾ ശനിയും വെള്ളിയാണ് നിങ്ങളുടെ ദിവസങ്ങൾ. 4, 8 എന്നീ നമ്പറുകൾ അവസാനം വരെ നോക്കിയെടുക്കുക. നിങ്ങൾ ദുർഗാദേവി സങ്കല്പത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദേവിക്കൊരു ചുവന്ന പൂവ് അല്ലെങ്കിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തി ഒരു ചുവന്ന പട്ടുടയാടയൊക്കെ സമർപ്പിച്ചാൽ തടസ്സങ്ങൾ മാറും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് അനിഴമാണ് നക്ഷത്രം. ശനി ഭഗവാന്റെ നക്ഷത്രമാണ്. കൈ കിട്ടുന്ന ഭാഗ്യം, വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു യോഗമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ദുരിതമൊക്കുവാണെങ്കിൽ വിഷമിക്കേണ്ട, വലിയൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അനിഴ നക്ഷത്രക്കാർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 8 നിങ്ങൾക്ക് ഭാഗ്യസംഖ്യ 8ആണ്. ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ധർമ്മശാസ്ത്രം നമ്മുടെ അയ്യപ്പസ്വാമി ഒന്ന് ശരണം വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു നീരാഞ്ജലിയൊക്കെ കത്തിച്ചിട്ട് പോയി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും. ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ കൊണ്ട് കാര്യം പറയുമ്പോൾ ബുദ്ധി കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. ബുദ്ധി വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവരുടെ കാര്യത്തിലേക്ക് വന്നാൽ അല്പം കൂടി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യിപ്പിച്ച് പ്രവർത്തിക്കുന്നവരെന്ന് നമുക്കിതിനെ പറയാം. അപ്പോൾ ബുധനും വ്യാഴവും നിങ്ങൾക്ക് വളരെ അധികം ഫലം തരുന്ന ദിവസങ്ങളാണ്. ഭാഗ്യസംഖ്യ 5ആണ്. നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിച്ച് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ, അതേപോലെ തന്നെ കുട്ടികൾക്ക് മധുരം എന്തെങ്കിലും ഒരു പായസമൊക്കെ അവിടെ വഴിപാടായിട്ട് കിട്ടുന്ന പായസമായാലും കുഞ്ഞുമക്കൾക്കൊക്കെ ദാനമായി കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് അല്പം മധുരം കൊടുത്തതിന് ശേഷം പോയി ലോട്ടറിയൊക്കെ എടുത്താൽ ഭഗവാൻ കൃഷ്ണന്റെ പ്രീതി ലഭിക്കുക. അതുവഴി നിങ്ങൾക്ക് നേട്ടം, ലോട്ടറി ഭാഗ്യം, ഇതാണല്ലോ ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോട്ടറി ഭാഗ്യം വന്നു ചേരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത നക്ഷത്രം നമുക്ക് ഉത്രാടമാണ്. ഞായറും ബുധനുമാണ് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം വന്നു ചേരുന്ന ദിവസങ്ങൾ. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 1ആണ്. അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി ഒരു കൂവളത്തിലെ അർച്ചന നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നടത്തിയതിനു ശേഷം പോയി ലോട്ടറി എടുത്താൽ വലിയൊരു ധനയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി അവസാനമായ നക്ഷത്രം തിരുവോണമാണ്. മഹാവിഷ്ണു ഭഗവാന്റെ സ്വന്തം നക്ഷത്രമാണ്. 2026 ഈ ഒരു വർഷത്തിൽ വലിയൊരു സാമ്പത്തിക നേട്ടം തെളിഞ്ഞു തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ ശനിയും തിങ്കളുമാണ് നിങ്ങളുടെ ലക്കി ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2, 8 ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ്. അപ്പോൾ നിങ്ങൾ വ്യാഴാഴ്ച ദിവസം ഭഗവാൻ വിഷ്ണുവിന് ഒരു മഞ്ഞ വസ്ത്രം, മഞ്ഞ പട്ടുടയാട അല്ലെങ്കിൽ മഞ്ഞപ്പട്ട് അവിടെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലവും ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ ആ ഫലം വലിയ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രം മാത്രം നോക്കിയാൽ പോരാ, ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പുണ്യകർമ്മം കൂടിയുണ്ട്. അതായത് ഒരു രഹസ്യ വഴി, ഒരു മാർഗം കൂടി പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പോക്കറ്റിലെ ഒരു നാണയം കരുതുക. അതായത് ഒരു രൂപ നാണയം. അതായത് ലോട്ടറി കടയിൽ എത്തുന്നതിന് മുൻപ് വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ വഞ്ചിയിലോ അതല്ലെങ്കിൽ ഒരു സാധുവായ മനുഷ്യനോ ഇത് നിങ്ങൾ ദാനമായി കൊടുത്താൽ അത് നേട്ടമായി, വലിയൊരു നേട്ടമായി നിങ്ങളിലേക്ക് വന്നു ചേരും. 1 രൂപ നാണയം നിങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തിച്ചാൽ ആ 1 രൂപയുടെ അടുത്ത് 1 കോടി രൂപയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് ലഭിക്കാനായി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ രൂപ നിങ്ങൾ എപ്പോഴാണ് പറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ 1 രൂപ നാണയം പോക്കറ്റിൽ കരുതുക. പോകുന്ന വഴിക്ക് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സാധുവായ ഒരാളിനെ കാണുകയാണെങ്കിൽ ആ ആൾക്ക് ദാനമായി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിച്ച ലോട്ടറി അടിക്കുക എന്നൊരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. എന്നിട്ട് ലോട്ടറി എടുത്ത് കൊണ്ടുവരുമ്പോൾ അത് സൂക്ഷിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ പടങ്ങളൊക്കെ വെക്കുന്നുണ്ടല്ലോ, പൂജാമുറിയിൽ പടത്തിന് മുന്നിലോ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. മനമുരുകി ഭഗവാനോട് എന്നിട്ട് പ്രാർത്ഥിക്കണം, ഭഗവാനെ എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചാൽ ഇതിൻ്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ടവർക്ക് നൽകും, അതെനിക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കും. ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ളത് അങ്ങനെ. കൂടാതെ പാവപ്പെട്ടവർക്ക് അന്നദാനമായിട്ടോ കുഞ്ഞുമക്കൾക്ക് വസ്ത്രമായിട്ടോ അല്ലെങ്കിൽ അടുപ്പിനുള്ള സാധനങ്ങൾ, അവർക്ക് വിദ്യയ്ക്ക് ആവശ്യമായ ബുക്ക്, പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ
അങ്ങനെ എന്തെങ്കിലും ഞാൻ ഒരു വിഹിതം ഞാൻ അതിൽ നിന്ന് കൊടുത്തേക്കാവേ എന്നുകൂടി പ്രാർത്ഥിച്ചു. മനസ്സിൽ തട്ടി പറയണം, പുറംപൂച്ചിന് പറഞ്ഞാൽ പോരാ. അങ്ങനെയൊന്നും ഓർക്കുക. അതായത് അത്യാഗ്രഹമൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത്, നമ്മുടെ കടങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ മനസ്സിലാക്കുക, കടം വാങ്ങി ഉള്ളതെല്ലാം വിറ്റു ലോട്ടറി എടുക്കുന്ന ശീലമൊന്നും അത്ര നല്ലതല്ല. വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാറ്റി നമ്മൾക്ക് ഭാഗ്യം കടാക്ഷിക്കുമോ എന്ന് നമ്മളൊന്ന് പറയാമല്ലോ. ഒരു പരീക്ഷണം നടത്തുന്നു എന്നതുപോലെ വല്ലപ്പോഴും ഒക്കെ ഓരോന്ന് എടുക്കുക. അല്ല, ചില ആളുകളുണ്ട് ഒരുപാട് കാശ് സമ്പാദിച്ചു വെച്ചിട്ട് അത് മൊത്തം കൊണ്ട് ലോട്ടറി എടുക്കുന്നത്. അതിനോടൊന്നും നമ്മൾ ഇവിടെ നമുക്ക് യോജിക്കാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. നമ്മളൊരു ഭാഗ്യ പരീക്ഷണം, തൻ്റെ കടത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു കൈത്തിരി നാളമായി നമ്മളിലേക്ക് ഇട്ട് തരുന്ന ഒരു പ്രകാശമായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. അങ്ങനെ കണ്ടാൽ മതി. അല്ല, എപ്പോഴും ഇതിൻ്റെ പുറകെ ഒന്നും പോകണമെന്ന് പറയുന്നില്ല. അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. ഇത് നമുക്ക് ഭാഗ്യം, ദൈവം നമ്മളിലേക്ക് കനിഞ്ഞു തരുന്ന നിന്റെ നല്ല പ്രവർത്തിച്ചുകൾ കണ്ട് ഭഗവാൻ നിനക്ക് തരുന്ന ഒരു സ്നേഹ സമ്മാനം. അതാണ് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ദാനം. അങ്ങനെ കരുതിയാൽ മതിയാകും. അപ്പോൾ നല്ല പ്രവൃത്തികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും പറയുന്നു, കലിയുഗമാണ്. എത്രത്തോളം ഉച്ചത്തിൽ ഭഗവാനെ വിളിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഉച്ചത്തിൽ വിളിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എത്തുകയുള്ളൂ. കാരണം ഇന്ന് ഈ ലോകത്തെ കലി ഭരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കലിയുടെ ആ ഒരു ഭരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ നാമം, നമ്മൾ ഭഗവാനെ വിളിക്കുന്ന നാമങ്ങൾ ഉറക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ വോയിസ് റേസ് ചെയ്ത് പറയാൻ പറ്റും, അത്രത്തോളം കൂട്ടി പറഞ്ഞാൽ മാത്രമേ ഭഗവാന്റെ കാതുകളിൽ എത്തുകയുള്ളൂ, ഭഗവാൻ നമ്മളെ രക്ഷിക്കുകയുള്ളൂ. കാരണം അത്രത്തോളം കലി വിഴുങ്ങിക്കിടക്കുന്ന ഒരു യുഗത്തിലാണ്, കലിയുഗമാണ് മക്കളേത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥനയോടുകൂടി പോയി ലോട്ടറി എടുക്കുക, അത് ചൂതാട്ടമെന്ന് മാത്രം കരുതുകയല്ല വേണ്ടത്. എപ്പോഴും എടുത്ത് അതിൻ്റെ പുറകെ നടക്കുകയല്ല വേണ്ടത്. ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ, ഒരുപാട് ദാരിദ്ര്യ ദുഃഖങ്ങൾ വരുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്കൊരു കൈത്താങ്ങായി ഈ ലോട്ടറിയിൽ നിന്ന് 1 രൂപയെങ്കിലും ധനമായി അങ്ങ് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെടുത്താൽ നിങ്ങളുടെ പ്രാർത്ഥന സത്യസന്ധമാണോ, അത് ഉള്ളിൽ തട്ടിയുള്ളതാണോ, ആ ഭഗവാൻ വിളി കേൾക്കുകയും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ധനത്തിൻ്റെ ഒരു അംശം ലോട്ടറി എന്ന രീതിയിൽ നിങ്ങൾക്കൊരു സ്നേഹ സമ്മാനം എന്ന രീതിയിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. വിശ്വസിക്കുക. നന്ദി.